മുണ്ടൂർ എഴക്കാട് യുവക്ഷേത്ര കോളേജിൽ അത്യാധുനിക ലൈബ്രറിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 10 നടക്കും. യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ബോധി ലൈബ്രറിയുടെ പ്രത്യേകതകളെക്കുറിച്ച് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് കുട്ടികളുടെ വായന കുറയുന്നു. അതിനുള്ള ഒരു കാരണം അതിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. എന്തിനോടാണോ താല്പര്യം തോന്നുക അതിലേക്കാണല്ലോ വരിക. അപ്പൊ അതുകൊണ്ട് ഏറ്റവും മോസ്റ്റ് മോഡേൺ കുട്ടികളുടെ ഒരു മനസ്സറിഞ്ഞിട്ടുള്ള ഒരു ലൈബ്രറി. അപ്പൊ നമ്മൾ ചോദിക്കും എന്താ അങ്ങനെ പറയുന്നത്? നമുക്കറിയാം, ലൈബ്രറി എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുടെ ഒരു സമാഹാരം എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ കാണുന്നത് അതിനകത്ത് കയറുമ്പോഴും. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ഈ നിർമ്മിച്ചിരിക്കുന്ന ലൈബ്രറി ഒരു എടുത്തു നിന്ന മുഴുവൻ നമുക്ക് കാണാം. ആ ലൈബ്രറി അതിനകം കംപ്ലീറ്റ് നമുക്ക് കാണാവുന്നത് പോലെ, പ്ലസ് അതിന്റെ പ്രത്യേകത RFID എന്ന് പറയും. നമ്മൾ അതിന്റെ എൻട്രൻസ് ഗേറ്റ് പോലെ കുട്ടികൾ വെറുതെ അതിലേക്ക് കടന്നു പോയാൽ മതി. അവരുടെ ID കാർഡിൽ തന്നെ RFID ഉണ്ട്. എല്ലാ ബുക്സും ഫുൾ ബുക്സും നമ്മൾ RFID ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് അതിനകത്ത് കയറാം, ഏത് പുസ്തകം എടുത്ത് വായിക്കാം. പുറത്തേക്ക് അത് പോകുമ്പോൾ തന്നെ അലാം സിസ്റ്റം എല്ലാം ഉള്ളതാണ്. അവിടെ ഫുള്ളി ഓട്ടോമാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു RFID ഫുള്ളായി ചെയ്തിരിക്കുന്ന വളരെ കുറച്ച് ലൈബ്രറികളെ ഉണ്ടാവുള്ളൂ. കാരണം അത് അത്രമാത്രം കോസ്റ്റ്ലിയാണ്. പക്ഷെ അതെല്ലാം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ അതിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഈ ലൈബ്രറിയിലെ ഒരു സെക്ഷൻ സാധാരണ സൈലൻസ് ആണല്ലോ. എല്ലായിടത്തും പറയാൻ ലൈബ്രറി എന്ന് പറഞ്ഞാൽ സൈലൻസ് ഇരുന്ന് വായിക്കാന്ന്. അതിൽ നിന്ന് കുട്ടികൾക്കൊന്ന് വർത്തമാനം പറയണം, ഒന്ന് ഡിസ്കഷൻ നടത്തണം. ഒരു സെക്ഷൻ നമ്മൾ അങ്ങനെ തന്നെ നിർവഹിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇരുന്ന് സംസാരിച്ച്, പക്ഷെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യില്ല. അത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ലൈബ്രറിയാണ് ഈ ചെയ്തിരിക്കുന്ന ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഫുള്ളി എയർ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ഷൻ കുട്ടികൾക്ക് ഡിസ്കഷൻ ഉപയോഗിക്കാം. അവിടെ തന്നെ ഇപ്പൊ ഒരു ഏതെങ്കിലും തരത്തിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെന്ന് വിചാരിക്കും, അന്ധരായിട്ടുള്ള കുട്ടികളാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് വായിക്കാനായിട്ട് ഒരു സെക്ഷൻ അവർക്കുള്ള ബ്രെയിൻ ലിപിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. വായനയാണ് വിജ്ഞാനത്തിന്റെ വാതിൽ, വിജ്ഞാനമാണ് വിജയത്തിന്റെ അടിത്തറ എന്ന സന്ദേശത്തിൽ ഊന്നിയാണ് ഇതിന്റെ പ്രവർത്തനം. രാവിലെ 10 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് രൂപതയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പുതിയ നാഴികക്കല്ലായി ബോധി ലൈബ്രറി മാറുമെന്നും സംഘാടകർ അറിയിച്ചു. എ പ്രഭാകരൻ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷനാവും. യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ദേശീയ തലത്തിൽ കലാകായിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും പ്രധാന നേട്ടങ്ങൾ കൈവരിച്ച അധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കും. യുവക്ഷേത്ര കോളേജ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ മാത്യു ജോർജ് വാടയിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി ആന്റണി, സൂപ്രണ്ട് ജോസഫ് P. ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.